ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിങ്ങനെ നമ്മുടെ വേലിയിലുള്ള മല്ലികപ്പൂവാണ്. ഈ പൂവ് ഞാൻ പറിച്ചിട്ട് ഇന്ന് കല്യാണമുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ പൂവെല്ലാം കെട്ടിയിട്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് ഓർത്തൊരു പൂ പറിക്കുക. കുറേ പൂവുണ്ട്. ഇപ്പം മല്ലികപ്പൂക്കല ഭയങ്കര റേറ്റല്ലേ. നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണ്ട, കെട്ടിയിട്ട് പോകാം. പക്ഷെ ഇതിപ്പോൾ കെട്ടിയിട്ട് കുറച്ച് പറിച്ച് കേട്ടല്ലേ സമയമുണ്ടല്ലോ. നേരത്തെ പറിച്ച് കെട്ടണമായിരുന്നു അല്ലേ. ഇത് വേലിയിൽ ഇവിടെ നിന്ന് അവിടെ വരെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇട്ടുകൂടി വരുന്നുണ്ട് മായ. ഇപ്പോൾ കല്യാണമെല്ലാം മേടിക്കുന്നുണ്ടല്ലേ. കല്യാണമെല്ലാം ഇതിലാ വെള്ളത്തിലാവും. എന്തായാലും ആളിലല്ലേ കല്യാണമല്ലേ. കല്യാണം നമുക്ക് പോകാനും വരാനും കഷ്ടം. ഇതേ ഉള്ളൂ. പൊക്കത്തിലെല്ലാം ഉണ്ടല്ലോ മോനി. ഇന്ന് ഒന്നല്ല 2 കല്യാണം അല്ലേ. 3 കല്യാണം ഉണ്ട്. ഒന്ന് മടക്കര. ഇവിടെ അടുത്ത് തന്നെ 2 കല്യാണം അല്ലേ. 2 കല്യാണത്തിന് പോവാല്ലേ. ഗായ്സ്, ഇപ്പോൾ ഞാൻ പൂ കെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതപ്പോൾ ഇങ്ങനെ ഒരു പൂ വയ്ക്കുക. ഇതാ ഇങ്ങനെ ഒരു പൂ ഇട്ടാൽ വെക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ കണ്ട ഇങ്ങനെയാണ്. ഇങ്ങനെ അടുത്തടുത്ത് ഒന്നൊന്ന് വെച്ചിട്ട് ഇങ്ങനെ കെട്ടണം. പക്ഷെ ഇത് അറിയും എല്ലാവർക്കും, എന്നാലും കുറേ ആൾക്ക് അറിയില്ല. സത്യം പറയാ മോനിക്ക് പൂ കെട്ടാൻ അറിയില്ല. സൂചി കൊണ്ടാണ് കോർക്കണം അല്ല മോനി. അവള് സൂചി കൊണ്ടാണ് കോർക്കണത്. ഇങ്ങനെ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും ഇങ്ങനെ കെട്ടുന്നത്. അവള് അങ്ങനെ തന്നെ പറഞ്ഞറിയാ അങ്ങനെ. അതേപോലെ ഇതാ നിങ്ങളാണെങ്കിൽ പഠിച്ചോളി കേട്ടോ, അറിയാത്തവര്. ഇതാ ഈ നൂലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വയ്ക്കുക. ഇത് ഇങ്ങനെ ഒന്ന് വയ്ക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ പൂവിനത് ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഇത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആയി. ഇത് കണ്ട ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടണം. ഒന്നും കൂടെ ഇതാ ഈ നൂലുണ്ടല്ലേ, ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഈ പൂവിനത് ഇങ്ങനെ നൂലും കൊണ്ട് ഇങ്ങനെ ചുറ്റിട്ട് ഈ നൂലുണ്ടല്ലേ ഈ വിരൽ 2 വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഈ ഇങ്ങനെ പിടിക്കും. കണ്ട ഇങ്ങനെ എത്ര പറഞ്ഞു കൊടുത്താലും മോനി പൂ അവള് കെട്ടൂല. ആൾക്കാരിപ്പോൾ അവൾക്ക് പഠിപ്പിച്ചെങ്ങനെയായി നിങ്ങൾക്കും കണ്ടെങ്ങനെയായി. മോനി നീ ഒരു നൂലെടുത്ത് കെട്ട് ഇതേപോലെ. ബാ നോക്കട്ടെ നീ എങ്ങനെ കെട്ടൂന്ന്. ബാ ബാ ബാ. അങ്ങനെ ദൈവയെ പൂ കെട്ടിയിട്ട് ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാനുള്ളതാണ്. മേമയും കിട്ടൂലമ്മ. അതെന്നെ പറഞ്ഞ നീ കെട്ടുന്ന്. അപ്പോൾ നിനക്ക് വേണ്ട ഇപ്പൊ ഞാൻ ഇപ്പൊ കെട്ടാൻ നിന്നാല് വെറുതെ പൂവെല്ലാം പാളാവും. പഠിക്കണ്ടേ പൂ കെട്ടാനേ. ഇപ്പൊ കല്യാണത്തിന് വരെ പോണം, വെറുതെ പൂ എന്തിനു പാളാക്കണേ. ഇപ്പൊ അമ്മ എന്തായാലും കെട്ടിട്ട് വിടാല്ലേ. നനഞ്ഞ ദിവസം എന്തായാലും പൂ ആവുമല്ലേ. നനഞ്ഞ ദിവസം ഇരുന്നിട്ട് പഠിക്കാം. ഇങ്ങനെ പറഞ്ഞോ. അല്ല ഇപ്പൊ വെറുതെ പാളാക്കണ എന്തിനി. അതുകൊണ്ട് ഞാന് വേഗം കെട്ട് പൂവ്. എന്നെ വേഗം കെട്ട് അറിയൂ. ഇവൾക്ക് കെട്ടാനിട്ട് അറിയൂല. പഠിപ്പിക്കുമ്പോ പറയണ കണ്ടോ. വെറുതെ അത് പൂ കെട്ടിട്ട് എന്ത് പഠിക്കുമ്പോഴും കുറച്ചൊക്കെ വേസ്റ്റ് ആവും. സാരില്ല. അതിന് ഇപ്പൊ വേണ്ട. ഇപ്പൊ ഇനി ആ പോണം റെഡി ആവണ്ടേ. ഇനി അത് ഇതാക്കിയോണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ബാക്കിയാവും. നിങ്ങൾ പോയിട്ട് വന്നാൽ കൂടി എന്നെ കെട്ടിട്ടാവില്ല. അപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അമ്മ കെട്ടിട്ടെ.
ഇനി ഇത്ര നീളം കെട്ടിയാൽ മതി എനിക്ക്. അപ്പം നിനക്ക് വേണ്ട പൂ? അപ്പം ഗൈസ് ഇവൾക്ക് പൂ കൊടുക്കൂല, ഞാൻ മാത്രം കെട്ടിയിട്ട് തലയിൽ വെച്ചിട്ട് പോകും. ഇപ്പം നോക്ക്, പൂവെല്ലാം വെച്ചിട്ട് ഞാൻ പോണേ സുന്ദരിയായിട്ട്. മോള് സൈഡ് അടിക്കോ സുന്ദരിയായിട്ട്? മോളില്ലെങ്കിൽ എന്താ? ഓ ഓ അല്ലേ? എന്താ മോള് സുന്ദരി. ഞാൻ സുന്ദരികളെ. ഹായ് ഗായ്സ്. അപ്പം തന്നെ ഞങ്ങള് കല്യാണത്തിന് പോകാനെല്ലാം റെഡിയായി. കണ്ട ഞാൻ പൂ കിട്ടിയത് തലയിൽ വെച്ച്. ഇത് ഞാൻ സുജിക്ക് കൊടുക്കാൻ പോവുക. ഇവൾക്ക് വേണ്ടെന്ന്. എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ സുജിക്കും കൊടുത്ത് അവളുടെ തലയിൽ വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? കല്യാണത്തിന് പോകാൻ രണ്ടാളും റെഡിയെല്ലാം ആയി. കല്യാണത്തിന് പോവാം. അപ്പൊ നമുക്ക് അവിടെ കാണാം കല്യാണമെല്ലാം. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ കല്യാണത്തിക്കെല്ലാം പോയിട്ട് വന്ന്. കല്യാണം 2 കല്യാണം, ഒന്നല്ല 2 കല്യാണത്തിനാണ് പോയിട്ട് തിന്നിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ബൈ സുജി. അപ്പൊ ഞങ്ങള് അവരവരുടെ വീട്ടിൽ കഴിഞ്ഞ് അവള് പോവുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.